അങ്ങനെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് പ്ലേറ്റിൽ നിന്ന് തുടങ്ങാം. എൻ്റെ കൂടെ ആദർശമുണ്ട്. ആദർശിൻ്റെ പ്ലേറ്റിൽ ഓംലെറ്റും റൈസും കാര്യങ്ങളും എല്ലാം ഇരിപ്പുണ്ട്. നമ്മൾ താമസിക്കുന്ന സൺ സിറ്റി ഹോട്ടലിൽ തന്നെയാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ റൊട്ടി, അതിൻ്റെ കൂടെ രാജ്മ, അതുപോലെ തന്നെ ഓംലെറ്റ് അല്ല, മുട്ട നമുക്ക് സ്ക്രാമ്പിൾ ചെയ്തത്, അതോടൊപ്പം സോസേജൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് വേണം ഇന്നത്തെ പരിപാടിക്ക് വേണ്ടി തയ്യാറാകാൻ. ഇനി ഞങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ദിവസം, രണ്ടാമത്തെ ഡേ ആണ് ഞങ്ങളുടെ ട്രിപ്പിൻ്റെ. എല്ലാവരും അവരവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ ലാവിഷായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറാണ്. ഞാനതിൻ്റെ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അളിയന്മാരെല്ലാം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് റെഡിയായ ഉടനെ തന്നെ നമ്മൾ പിക്ക് ചെയ്യാനായിട്ട് നമ്മുടെ വണ്ടി വരും. നമ്മളിന്ന് കോറൽ ഐലൻഡും പട്ടായ ബീച്ചിൽ നിന്ന് സ്പീഡ് ബോട്ടിൽ കോറൽ ഐലൻഡിലേക്ക് പോകുന്ന ദിവസമാണ്. ഞാൻ ഇതിന് മുമ്പും പോയിട്ടുണ്ട്. അവിടെ കുറേ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. ടിക്കറ്റ് എടുത്ത് ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കാം. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ എന്ന് പറഞ്ഞാൽ ഇതാണ്. ജ്യൂസിൽ നിന്നാണ് തുടങ്ങുന്നത്. ജ്യൂസ് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ സോസേജ്, അതുപോലെ തന്നെ നമ്മുടെ എഗ് സ്ക്രാമ്പിൾഡ്, ഇതാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടുന്ന് തുടങ്ങിയാൽ പിന്നെ നമുക്ക് വെജിറ്റേറിയൻ ആയിട്ടുള്ള വെജിറ്റബിൾ ഡിഷസാണ്. രാവിലെ സാമ്പാർ, ഇഡ്ഡലി, ഒരു സൗത്ത് ഇന്ത്യൻ ടച്ചുണ്ട്. ഈ ഹോട്ടലിൽ ലീസ് ചെയ്തിരിക്കുന്ന ഒരു മലയാളിയാണ്. അതോടൊപ്പം രാജ്മ, സൂപ്പർ ടേസ്റ്റി ആയിരുന്നു നമ്മുടെ രാജ്മ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റൊട്ടിയുണ്ട്. തന്തൂരി റൊട്ടി പോലത്തെ നമ്മുടെ റൊട്ടിയാണ്. അത് കഴിഞ്ഞിട്ട് ന്യൂഡിൽസ് ഉണ്ട്. ഇതുകൊണ്ടൊന്നും തീരുന്നില്ല കേട്ടോ, അത്രയും ആവശ്യമാണ്. നൂഡിൽസ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ റൈസ്, ഇത് ഫ്രൈഡ് റൈസാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടീ ആൻഡ് കോഫി വിത്ത് ബ്രെഡിൻ്റെ ഒരു കൗണ്ടറുണ്ട്. ടീ ഉണ്ട്, കോഫി ഉണ്ട്, കോൺഫ്ലേക്സ് ഉണ്ട്, അങ്ങനെയുള്ള ഐറ്റംസ്. അത് കഴിഞ്ഞ് തീർന്നില്ല, നമുക്ക് ഫ്രൂട്ട്സിൻ്റെ മറ്റൊരു കൗണ്ടറും കൂടെ ഉണ്ടാണ്. ഇതാണൊരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ആക്ച്വലി. അങ്ങനെ വണ്ടി കയറി പട്ടായ ബീച്ചിലേക്ക് പോയി. അങ്ങനെ ഞങ്ങൾ പട്ടായ ബീച്ചിലേക്ക് യാത്രയാവും. രണ്ടാം ദിവസമാണ് ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. മെയിൻ ആള് പുറയാണ് കേട്ടോ, മെയിൻ ആള്. ഗേസ്, ഞങ്ങൾ വാനിലൊരു ഹോട്ടലിൽ നിന്ന് പിക്ക് ചെയ്ത് ബീച്ചിൽ കൊണ്ടിറക്കിയപ്പോൾ ഞങ്ങളുടെ ഈ ട്രിപ്പ് ഇന്നത്തെ മാനേജ് ചെയ്യുന്ന ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പനിയാണ്. ക്വാളിറ്റി അവരുടെ ആൾ വന്നിട്ട് നമ്മുടെ കയ്യിലെല്ലാം മാർക്ക് ചെയ്യുവാണ്. നമ്മൾ ഓൾറെഡി ടിക്കറ്റ് എല്ലാം എടുത്തിട്ടുണ്ട്, നമ്മൾ മാർക്ക് ചെയ്യുകയാണ്. ഇതാണ് നമ്മുടെ പട്ടായ ബീച്ച്. അങ്ങനെ പട്ടായ ബീച്ചിൽ ചെറിയ കച്ചവടക്കാരുടെ അടുത്തുനിന്നൊരു ഗ്ലാസ് മേടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഈ ബീച്ചിൽ കൂടെ പോകുന്നതുകൊണ്ട് ഭയങ്കര വെട്ടമായതുകൊണ്ട്, അല്ലെങ്കിൽ ലൈറ്റ് ആയതുകൊണ്ട് കണ്ണാടി മേടിക്കാനായിട്ടുള്ള തീരുമാനം ഞാനും ശ്രീതളിനും ഓരോന്ന് മേടിക്കുകയാണ്. നന്ദുവളേൻ്റെയിലും ആദർശിൻ്റെയിലും ഓൾറെഡി ഉണ്ട്. അപ്പോൾ അങ്ങനെ ഗ്ലാസ്സൊക്കെ മേടിച്ച് ഞങ്ങൾ ഈ പട്ടായ ബീച്ചെല്ലാം ഒന്ന് ജസ്റ്റ് ആ പ്രദേശമൊക്കെ ജസ്റ്റ് ഒന്ന് കാണുവാണ്. ഉടനെ തന്നെ നമ്മുടെ ഗൈഡുമാർ വരും. അങ്ങനെ പട്ടായ ബീച്ചിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് നമ്മുടെ എല്ലാം ഫോട്ടോസ് എടുക്കുവാണ്. ഈ ഫോട്ടോസ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞ് വന്ന് ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അത് ഇത്ര പൈസ അവർ പറയുന്നത് കൊടുത്ത് നമുക്ക് മേടിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ബീച്ചിൽ നമ്മുടെ ബോട്ട്, അതായത് ഇവിടെ ഇതാണ് ബീച്ചിൻ്റെ പ്രധാനപ്പെട്ട എൻട്രൻസ്. ഇവിടുന്ന് ഇങ്ങനെ വളരെ വലിയ നീളത്തിൽ കടലിനുള്ളിലേക്ക് ഇങ്ങനെ ഒരു ബോട്ട് ജെട്ടി പോലെ കുറേ നീളമുണ്ട്. എനിക്ക് തോന്നുന്നു 1 കിലോമീറ്ററോളം ഉണ്ട്. പക്ഷേ ഈ ബിൽഡിങ് എപ്പോഴും പണി തീരാതെ കിടക്കുവാണ്. എപ്പോൾ വന്നാലും ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ആ ബോട്ട് ജെട്ടിയിലേക്ക് നടക്കുവാണ്. അപ്പോൾ നമ്മുടെ ഗൈഡാണ് ഈ മുന്നേ നടക്കുന്നത്. പുള്ളിയെ ഫോളോ ചെയ്തുകൊണ്ട് നമ്മൾ ആ ബോട്ട് ജെട്ടിയിലേക്ക് പോകണം. ആയിരക്കണക്കിന് സഞ്ചാരികളാണ് ഇതിൽ. നിങ്ങൾക്ക് ഈ വീഡിയോയ്ക്കകത്ത് നോക്കിക്കഴിഞ്ഞാൽ ആൾക്കാരില്ലാത്ത ഒരു പ്രദേശവും കാണാൻ പറ്റത്തില്ല. ഈ ബോട്ട് ജെട്ടിയിലൂടെ ഞങ്ങളിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിനി മുമ്പിലോട്ടുള്ള കാഴ്ചകൾ കാണിക്കാം. എപ്പോഴും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്, ഏത് സമയത്ത് നോക്കിയാലും. നോക്കി, അങ്ങോട്ട് 100 കണക്കിനല്ല 1000 കണക്കിന് ആൾക്കാർ ഇങ്ങനെ ബോട്ട് കയറി പോയിക്കൊണ്ടിരിക്കുന്നു, ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു. ഇതാണ് പട്ടായ ബീച്ചിലെ സ്ഥിരം കാഴ്ച. ഇതിനു മുമ്പ് വന്നപ്പോഴും ഇതുപോലെ തന്നെ തിരക്കായിരുന്നു. അത് ഞാൻ ഓഗസ്റ്റ് മാസത്തിലാണ് വന്നത്. 100 കണക്കിന് ബോട്ടുകൾ സഞ്ചാരികളെ കൊണ്ട് പോകുന്നതിന് വേണ്ടി വിവിധ ടൂർ കമ്പനികളുടെ 100 കണക്കിന് ബോട്ടുകൾ ഈ നമ്മുടെ ഈ കാണുന്ന ഈ പ്ലാറ്റ്ഫോം, അതായത് നമുക്ക് ബോട്ട് ജെട്ടി എന്നൊക്കെ വേണേൽ പറയാം. ഇത് മുന്നോട്ട് ഇങ്ങനെ നേരെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും ചെറിയ ജെട്ടികൾ ഇങ്ങനെയുണ്ട്. അങ്ങനെയുള്ള ജെട്ടികളിൽ നിന്നാണ് ആൾക്കാർ ബോട്ടിലേക്ക് കയറുന്നത്. ഇതൊക്കെ പെർമനൻ്റ് ആണോ ടെമ്പററി ആണോ എന്ന് നമുക്കറിയത്തില്ല. എന്തായാലും ഈ വളരെ സുന്ദരമായിട്ട് നിർമ്മിച്ചിട്ടുണ്ട്. ഇതിലൂടെ ആൾക്കാർക്ക് കയറാനും ഇറങ്ങാനും ഒക്കെയുള്ള എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളുണ്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ ബോട്ടിൽ കയറി. നമ്മുടെ ബോട്ടിൻ്റെ ഡ്രൈവർ ഇരിക്കുന്നതിൻ്റെ സൈഡിൽ തന്നെ മറ്റൊരു സീറ്റും കൂടെ ഉണ്ട്. ആ സീറ്റിൽ ഞാൻ കയറിയിരുന്നു. അവിടെ ഒരാൾക്ക് ഇരിക്കാനായിട്ടുള്ള സ്ഥലമുള്ളൂ. ബാക്കിയുള്ള ആൾക്കാരെല്ലാം ബോട്ടിനുള്ളിലിരുന്നു. ലൈഫ് ജാക്കറ്റൊക്കെ സൈഡിൽ തൂക്കിയിട്ടിട്ടുണ്ട്, പക്ഷേ ആരും ഇട്ടിട്ടില്ല. ഇത് നമ്മുടെ ഗൈഡാണ്. ഗൈഡ് എപ്പോഴും വോക്കി ടോക്കി ഉപയോഗിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബോട്ട് വളരെ സ്പീഡിലാണ് പോകുന്നത്. ബോട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് ക്യാമറ ഉപയോഗിക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാകും. കയ്യിൽ മൊബൈൽ പിടിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഷെയ്ക്ക് ഉണ്ടാവും. ഒരു ദാക്ഷിണ്യം ഇല്ലാത്ത സ്പീഡിലാണ് ബോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആകാശത്ത് പറക്കുന്ന 100 കണക്കിന് പാരച്യൂട്ടുകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതെല്ലാം നമ്മളെപ്പോലെ ഇങ്ങനെ ബോട്ടിലെത്തി കടലിൻ്റെ നടുക്കായിട്ട് ഒരു പ്രദേശം, അതായത് ഒരു പ്ലാറ്റ്ഫോം കെട്ടിയുണ്ടാക്കി അതിൽ നിന്ന് ഇങ്ങനെയുള്ള പല ആക്ടിവിറ്റീസിൽ ആൾക്കാർ പങ്കെടുത്തുകൊണ്ടിരിക്കണം. നമുക്ക് ആ കാഴ്ചകൾ കാണാം.
അങ്ങനെ നമ്മുടെ ബോട്ട് വന്ന് ആ കടലിൻ്റെ നടുക്ക് നിർമ്മിച്ചിരിക്കുന്ന താൽക്കാലികമായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. അതൊരു പ്ലാറ്റ്ഫോമാണോ ബോട്ടാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ചില സമയങ്ങളിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ പ്ലാറ്റ്ഫോമിലേക്ക് നമ്മളെ ഇറക്കുവാണ്. അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ ലാംഗ്വേജ് ഹിന്ദിയാണോ ഇംഗ്ലീഷ് ആണോ എന്ന് കംഫർട്ടബിൾ ആണെന്ന് ചോദിച്ചിട്ട് നമ്മളെ ഇരുത്തി ക്ലാസ് റൂമിൽ ഇരുത്തി സംസാരിക്കുന്നതാണ്. അവിടെ ഉള്ള ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരും. അണ്ടർ വാട്ടർ എക്സ്പീരിയൻസ് ഉണ്ട്. ഈ വ്യക്തിയാണ് അത് പറഞ്ഞു തരുന്നത്. അതോടൊപ്പം തന്നെ പാരാഗ്ലൈഡിംഗ് ഉണ്ട്, ബനാന ബോട്ടുണ്ട്, ജെറ്റ് സ്കി റൈഡ് ഉണ്ട്. അതുപോലെ തന്നെ അങ്ങനെ കുറച്ച് സംഭവങ്ങൾ, ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് നമ്മൾ ചെയ്യുന്നതിൻ്റെ വീഡിയോസ് ഉൾപ്പെടെ അവർ ഷൂട്ട് ചെയ്ത് തരും. അതിൻ്റെ ഒരു പാക്കേജ് ഉണ്ട്, അത് എത്രയാണെന്ന് അവർ പറഞ്ഞു. ഞങ്ങൾ എന്തായാലും ഈ പാക്കേജ് ഒന്നും ചൂസ് ചെയ്തില്ല. നമുക്ക് കോറൽ ഐലൻഡിലേക്ക് പോകുക എന്നുള്ളതാണ് ലക്ഷ്യം. അപ്പോൾ ഇവിടുന്ന് നേരെ അടുത്ത ബോട്ടിലേക്ക് പോകും. അടുത്ത ബോട്ടിലാണ് ഈ അണ്ടർ വാട്ടർ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതും വേണ്ടാത്ത ആൾക്കാർ ആ ബോട്ടിൽ തന്നെ ഇരിക്കും. അവരെ നേരെ കോറൽ ഐലൻഡിലേക്ക് കൊണ്ട് ഡ്രോപ്പ് ചെയ്യും. അപ്പോൾ നമ്മളിങ്ങനെ ഇവിടുന്ന് ആക്ടിവിറ്റി ചെയ്യുന്ന ആൾക്കാർ ആക്ടിവിറ്റീസൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നോക്കി 100 കണക്കിന് ആൾക്കാർ ഈ പാരച്യൂട്ടിലുള്ള റൈഡ് സെലക്ട് ചെയ്യുന്നുണ്ട്. നോക്കി എത്രത്തോളം പാരച്യൂട്ടുകളാണ് ഇങ്ങനെ ഈ പട്ടായ ബീച്ചിൻ്റെ കടലിന് മുകളിൽ കൂടി ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുന്നത്. ആകാശത്ത് നിന്ന് കാഴ്ചകൾ, പട്ടായ എന്ന് പറയുന്ന ആ ബീച്ചും അതിനോട് ചേർന്ന സൗന്ദര്യം എല്ലാം ഈ പാരച്യൂട്ട് റൈഡ് ചെയ്യുന്ന ആൾക്കാർക്ക് കാണാൻ പറ്റുമെന്നുള്ളതാണ് പ്രത്യേകത. ഇന്നലെ വന്നപ്പോൾ തൊട്ടേ നന്ദുവേ, ഇന്നലെ വന്നപ്പോൾ തൊട്ട് ഒരാൾക്ക് മഴക്കോളം. എന്നും അങ്ങനെ തന്നെ ആടും പറയുന്നത്. ഞങ്ങൾക്ക് വിളിച്ചിട്ടാക്കി കൈ തന്നാ മതി. തിരിച്ചുതരാണ് അതിനകത്ത് തരുന്നത്. ഇതാണ് ബോട്ട് അല്ല, ഇത് വള്ളമാണ്. ഇതാണ് ഞങ്ങൾ കൊണ്ടുവന്ന ബോട്ട്. ലക്ഷറി സംഭവം എന്ന് പറഞ്ഞത് 4000 രൂപ മേടിച്ചു. ബോട്ട് നോക്ക് അങ്ങോട്ട് വിളിക്കല്ലേ. സോറി, ഞാൻ ഗൈസ്, അങ്ങനെ നമ്മൾ അവിടുന്ന് അടുത്ത സ്റ്റേഷനിലേക്ക് യാത്രയാവുകയാണ്. നമ്മൾ കോറൽ ഐലൻഡിലേക്കാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ ശ്രീതളയന് നമ്മുടെ ആദർശലനോടെ കയറി ബോട്ടിൻ്റെ ഫ്രണ്ടിലിരിപ്പുണ്ട്. നല്ല പണിയാണ്, ബോട്ട് എടുത്തിട്ട് ഇങ്ങനെ അടിക്കുവാണ്. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിനുള്ള പരിമിതി നോക്കിയ ബോട്ട് ഭയങ്കര സ്പീഡിൽ പൊയ്ക്കൊണ്ടിരിക്കുവാണ്. അതുകൊണ്ട് തന്നെ ക്യാമറ നമുക്ക് സ്റ്റേബിളായിട്ട് പിടിക്കാൻ പറ്റുന്നില്ല. എന്തായാലും അവിടെ ചെന്ന് കഴിയുമ്പം ഇവരുടെ ഫ്രണ്ടിൽ ഇരിക്കുന്ന രണ്ടുപേരുടെ നടുവൊടിയോ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമ്മുടെ ഡ്രൈവർ 100 ബോട്ട് പറപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ബോട്ട് കുറേ ദൂരം ഓടി സൈഡിലൂടെ നമ്മൾ നോക്കുമ്പോൾ പല മലനിരകളെയൊക്കെ കവർ ചെയ്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മുടെ കോറൽ ഐലൻഡ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തിയേക്കുവാണ്. ഇതൊരു ദ്വീപാണ്. ഇവിടെ നമ്മളെ ഇറക്കി വിട്ട് നമുക്കിവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാനുള്ള സമയം കിട്ടും. അതിനുശേഷം ലഞ്ചിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഇവിടുന്ന് പിക്ക് ചെയ്തുകൊണ്ട് തിരിച്ചു പോകുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ദൂരേന്ന് കോറൽ ഐലൻഡ് കണ്ടു. സുന്ദരമായൊരു ദ്വീപ്. അതോടൊപ്പം ഇവിടുത്തെ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. സൂപ്പറായിട്ടുള്ള വെള്ളമാണ്. വെള്ളത്തിലോട്ടാണ് നമ്മൾ ആക്ച്വലി ഇറക്കി വിടുന്നത്. നമ്മുടെ ബോട്ടാണ് വെയിലത്തോട്ട് നല്ല ആക്ടിവിറ്റി ആയിരുന്നു. നമ്മുടെ പുറകെ ഒരു ബോട്ട് വന്നാണ്ടോ ഇങ്ങനെ പോകും. കായലിലെത്തി. കായൽ ഇത് ബീച്ച് എന്നാണ് ചോദിച്ചത്. Put all luggage here. Later they tell us, hey, I lost my bag here. Can you check the camera for me? Sir, here we cannot put in the beach camera. Okay, be careful for that. Yeah, you want to go together, enjoy the thing together. Put in the locker. And the locker, safety locker, 100 baht, big locker. You can put 4 or 5 bags in the locker. Is with you, okay? And in here have a water scooter and banana boat. Anyone want to drive the scooter ride, banana ride, please only contact QIT staff. If you go yourself, the local guy here, any happen,
next problem with them, company not gonna be responsible. What they do, they get the buy on the web, they say, hey, squad chemist, they can come out. ഐലൻഡിൽ വന്നിരിക്കുകയാണ്. ഇത്രയും നേരം റെസ്റ്റ് എടുത്ത് മടുത്തോണ്ട് ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ റെസ്റ്റ് എടുക്കാൻ പോവാണ്. ജോണിയാണ് ഭയങ്കര ലുക്കിലാണ് കേട്ടോ ഇന്ന്. ജോണിക്ക് പുതിയ ഷർട്ടൊക്കെ ഉണ്ട്, പാവങ്ങൾക്കൊന്നും ഇല്ല, ഞങ്ങൾക്കൊന്നും ഇല്ല. ക്രീം തേക്കുവാണ്, എപ്പോഴും ക്രീമിലാണ് പുള്ളി. അപ്പോൾ ഗൈസ് ഇങ്ങനെ ഇത്ര സുന്ദരമായിട്ടുള്ളൊരു ബീച്ച് വന്നു കഴിഞ്ഞിട്ട് നമ്മൾ വെറുതെ പോകുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് തന്നെ അളിയന്മാരെല്ലാം കൂടെ ഫോട്ടോ എടുപ്പ്, വെള്ളത്തിച്ചാട്ടം, നീന്തൽ, കുളി അതെല്ലാം വളരെ അടിപൊളിയായിട്ട് പാസ്സാക്കി. ഈ വെള്ളം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങാതിരിക്കാൻ തോന്നുന്നു. ഞാനും കുറച്ച് ദൂരം അങ്ങോട്ട് അങ്ങ് നീന്തി. ഇവിടെ ഒരു സ്വിമ്മ് ചെയ്യുന്നതിന് വേണ്ടി ഒരു പ്രത്യേക ഏരിയ തിരിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് ലൈഫ് ഗാർഡും അവിടെ എവിടെയെങ്കിലും കാണും. നമുക്ക് അത്രയും ദൂരം, ഏകദേശം എനിക്ക് തോന്നുന്നൊരു 100-250 മീറ്ററോളം നമുക്ക് കടലിനുള്ളിലേക്ക് നമുക്ക് നീന്താൻ പറ്റും. നീന്തേണ്ട ആൾക്കാർ, വിദേശികളൊക്കെ ഒത്തിരി ആൾക്കാർ അവിടെ വന്ന് കിടന്ന് നീന്തുന്നുണ്ട്. നമുക്ക് തിരിച്ചു പോവാം, കോറൽ ഐലൻഡിൽ പോവാം. ഭയങ്കര മാന്യന്മാരായിട്ട് എന്റെ സമയം ടൈമിംഗ്. കോറൽ ഐലൻഡിൽ നിന്ന് പോവാം. പട്ടായെന്ന് പുള്ളിക്ക് മനസ്സങ്ങോട്ട് മാറുന്നു. നല്ല വെള്ളം കേട്ടോ, കായലല്ല ഇത്, കടലാണ്. വായു ഒരു തുള്ളി എന്തോ ഉപ്പാറിയോ, പക്ഷെ നല്ല വെള്ളമോ, നല്ല വെള്ളം, നല്ല ഉപ്പാണ്. നല്ല ഉപ്പ്. പിന്നെ വായിൽ ഒഴിച്ചു നോക്കിയല്ലോ, നല്ല ഉപ്പാണ്, നല്ല ഉപ്പാണ്. ഇത് കടലാണ്, നല്ല ക്ലീൻ ആൻഡ് തെരയൊന്നുമില്ല, നീറ്റ് ആൻഡ് ക്ലീൻ. കാണുമ്പോൾ രസമാണ്. ഗേസ് അങ്ങനെ നമ്മൾ ഇങ്ങോട്ട് വന്ന കണക്ക് തന്നെ സ്പീഡ് ബോട്ടിൽ കയറി നമ്മളെല്ലാം കൂടെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞു ഈ ബോട്ട് ഭയങ്കര സ്പീഡിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാനായിട്ടുള്ള പരിമിതിയുണ്ട്, കാരണം ക്യാമറ ഭയങ്കരമായിട്ട് ഷെയ്ക്കാവും. അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ തിരിച്ച് പട്ടായ ബീച്ചിലേക്ക് നമ്മൾ വന്ന പോലത്തെ ഉള്ള ബോട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ നോക്കിയാൽ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പം കയറിയ ആ ബോട്ട് ജെട്ടിയിലേക്ക്, അല്ലെങ്കിൽ ഈ ബോട്ടുകളെല്ലാം പോയി എടുക്കുന്ന ജെട്ടിയിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. കടലിൽ നിന്നുകൊണ്ട് പട്ടായ സിറ്റി എന്ന് എഴുതി വെച്ചിരിക്കുന്നത് കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ബോട്ട് വന്ന് കരയ്ക്കടുത്തു. നമ്മൾ ബോട്ട് ജെട്ടിയിലേക്ക് ഇറങ്ങി നമ്മൾ തിരിച്ച് ലഞ്ചിന് വേണ്ടി പോവാണ്. ഗൈസ് നമ്മൾ അന്നപ്പോൾ ഉച്ചയ്ക്ക് ലഞ്ചിന് വേണ്ടിയിട്ട് നമ്മുടെ ഹോട്ടലിലെത്തി. നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിലല്ല, മറ്റൊരു ഹോട്ടലിലാണ് നമുക്ക് വേണ്ടി ലഞ്ച് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചിക്കനും റൈസും അതുപോലെ സാലഡും ഒക്കെ കൂട്ടി വളരെ നോർമലായിട്ടുള്ളൊരു ലഞ്ചാണ് നമുക്ക് ഉച്ചയ്ക്ക് കിട്ടിയത്. നമ്മുടെ പാക്കേജിനകത്തുള്ള ലഞ്ചാണിത്. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മളെല്ലാം റൂമിൽ പോയി റെസ്റ്റ് എടുത്ത് രാത്രിയിൽ വീണ്ടും നൈറ്റ് ലൈഫിന് വേണ്ടി പട്ടായയിലേക്ക് ഇറങ്ങി. വളരെ പ്രസിദ്ധമായ നമ്മുടെ വാക്കിംഗ് സ്ട്രീറ്റിലേക്ക് എത്തി. ഇവിടുത്തെ വോയിസ് ഒന്നും നമുക്കിതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഫുൾ മ്യൂസിക്കാണ്. നൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു രക്ഷയില്ല. നമ്മളൊരു 7 മണി 8 മണി വൈകുന്നേരം ഒന്നും വന്നാൽ ഇവിടെ നമുക്ക് ആരെയും വലുതായിട്ട് കാണാൻ പറ്റത്തില്ല. ഷോപ്പുകളും മറ്റ് പബ്ബുകളും ഒന്നും ഓപ്പൺ ആയിരിക്കുമെന്ന് തോന്നുന്നുമില്ല. രാത്രി ഒരു 10 മണി കഴിയുമ്പോഴാണ് സത്യത്തിൽ ഇവിടെ ഓണാകുന്നത്. അതൊരു വെളുപ്പിനെ വരെ നീളും. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള സഞ്ചാരികൾ എൻജോയ് ചെയ്യാൻ വേണ്ടി, നൈറ്റ് ലൈഫ് ആസ്വദിക്കാൻ വേണ്ടി എത്തുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് പട്ടായയിലെ വാക്കിംഗ് സ്ട്രീറ്റ്. നോക്കിയേ, ഒരു പാമ്പിനെ തോളത്തിട്ടുകൊണ്ടൊരു ചേട്ടൻ ഇങ്ങനെ നിൽക്കുവാണ്. ഈ പാമ്പിനെ തോളത്തിട്ടുകൊണ്ട് നമുക്ക് വേണേൽ ഫോട്ടോ എടുക്കാം. അതിന് വേണ്ടിയിട്ടുള്ള സംവിധാനമാണ്. അതിന് പൈസ കൊടുക്കേണ്ടി വരും. നോക്കിയേ, അവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പാമ്പ് മാത്രമല്ല, പക്ഷികളുമുണ്ട്. ഇതൊക്കെ നമ്മുടെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എക്സ്പോ ഒക്കെ ആയിട്ട് വരുന്നതാണ് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ. നിങ്ങൾ ആരും കണ്ടിട്ടില്ലാത്ത വളരെ വിചിത്രമായിട്ടുള്ളൊരു സംഭവം ഞാൻ നിങ്ങളെ കാണിക്കാം. ഇവിടെ ഒരു മുതലിറച്ചി കുക്ക് ചെയ്യുന്ന ഒരു കടയാണ്. നല്ല മുതലേനെ വെട്ടി ഒരുക്കി റെഡിയാക്കി വെച്ചിരിക്കുവാണ്. അപ്പുറേ കുക്കിങ് നടക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് മുതലിറച്ചി തിന്നതിനെക്കുറിച്ച് പറഞ്ഞായിരുന്നു. നമ്മുടെ സൈക്കോളിയൻസിൻ്റെ മുതലിറച്ചി ഈറ്റിംഗ് ചലഞ്ചിൻ്റെ വ്ളോഗും വരും. ഇങ്ങനെ നമ്മൾ കണ്ടിട്ടില്ലാത്ത പല കാര്യങ്ങളും നമുക്കവിടെ കാണാൻ പറ്റും. ഇതാണ് മുതല ഇപ്പോൾ തട്ടിയിട്ടുള്ള ആ മുതലേനെ. ആ മുതലയുടെ തലയൊക്കെ എടുത്ത് വെച്ചിരിക്കുവാണ്. അതിൻ്റെ ഇറച്ചി അവിടെ പല രീതിയിൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിന് വളരെ നോർമലായിട്ടുള്ള റേറ്റിലൊക്കെ നമുക്ക് മുതലിറച്ചി തിന്നാൻ പറ്റും. പക്ഷേ മുതലിറച്ചി അത്ര ടേസ്റ്റി ആണെന്നുള്ള ഒരു അഭിപ്രായം എനിക്കില്ല. കുറച്ച് ഹാർഡായിട്ടുള്ള ഇറച്ചിയാണ്. അപ്പോൾ എന്തായാലും നമ്മളങ്ങനെ ഈ കാഴ്ചകളൊക്കെ കണ്ടു. വിവിധ തരത്തിലുള്ള ഷോപ്പുകൾ, അതുപോലെ തന്നെ പബ്ബുകൾ, ക്ലബ്ബുകൾ, വിവിധ തരത്തിലുള്ള ഷോകൾ, അതുപോലെ എൻ്റർടൈൻമെൻറ്റ് ആക്ടിവിറ്റീസ്, ഇങ്ങനെയുള്ളതെല്ലാം കണ്ടിന്യൂസ് ഈ രാത്രിയോളം ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കണ്ണുകൾ മഞ്ചിപ്പോകുന്ന തരത്തിലുള്ള ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ആണ് ഇവിടെ മുഴുവൻ കണ്ടു. നമ്മളെപ്പോഴും എങ്ങോട്ട് തിരിഞ്ഞാലും, എവിടെ തിരിഞ്ഞാലും അവിടെ മ്യൂസിക്കും ലൈറ്റും
അതുപോലെ തന്നെ പാർട്ടി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ്. ഇവിടുത്തെ ക്ലബ്ബുകളിലും പബ്ബുകളിലും ഒക്കെ ഫ്രീ എൻട്രിയാണ്. ഇത് നോക്കി ഒരു മാജിക് ഷോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ മാജിക് ഷോ എനിക്ക് തോന്നുന്നു ഒരാളല്ല 1-2 മജീഷ്യന്മാർ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അയാൾ കത്തിച്ചുകൊണ്ടിരുന്നൊരു സിഗരറ്റ് അവിടെ വഴി കൂടെ പോയ ഒരാളെ വിളിച്ച് അയാളുടെ ഷർട്ടിലേക്ക് ഇങ്ങനെ കുത്തി കയറ്റുവാണ്. അത് കഴിയുമ്പോൾ ആ സിഗരറ്റ് അവിടെ കാണാതാകുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ ആ കൈ എടുത്തിട്ട് ആ കയ്യിൽ നിന്ന് പുക വലിക്കുവാണ്. ആ പുക വലിക്കുന്നു, കണ്ടോ, കയ്യിൽ നിന്ന് പുക വലിക്കുന്നു. ഇനി അദ്ദേഹം ആ ഒരു സിഗരറ്റ് എവിടെ നിന്നാണ് തപ്പിയെടുക്കുന്നതെന്നും കൂടെ നമുക്ക് നോക്കാം. അദ്ദേഹത്തിൻ്റെ സിബിനിടയിൽ നിന്നാണ് അദ്ദേഹം ആ 3 കുത്തിക്കയറ്റിയ സിഗരറ്റ് ദേണ്ട് എടുത്തുകൊണ്ട് വരുന്നത്. അപ്പോൾ ഇതാണ് മാജിക് ഷോ. മാജിക് ഷോ കണ്ട് ഇഷ്ടപ്പെട്ട ആൾക്കാരൊക്കെ അദ്ദേഹത്തിന് പൈസ കൊടുക്കണം. പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാരൊക്കെ ചെന്ന് പേയ്മെൻറ്റൊക്കെ കൊടുക്കുന്നുണ്ട്. തൊട്ടപ്പുറത്ത് തന്നെ മറ്റൊരു മജീഷ്യനും ഇതുപോലെ തന്നെയുള്ള പരിപാടികളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നു. ഓൾറെഡി നിങ്ങളിത് കണ്ടതായതുകൊണ്ട് വീണ്ടും ഞാനിത് കാണിക്കുന്നില്ല. അവസാന ഭാഗം ജസ്റ്റ് ഇതേ സിഗരറ്റ് എടുക്കുന്ന മാത്രം കാണിക്കും. ഇത് മറ്റൊരു മജീഷ്യനാണ്. അപ്പോൾ ഇനി നോക്കിയാൽ നമ്മളായിരിക്കുന്ന 2 പെൺകുട്ടികളെ നമുക്ക് ബോൾ കൊണ്ട് എറിയാം. ആ സൈഡിൽ കാണുന്ന റെഡ് വൃത്തത്തിലേക്ക് ആ ബോൾ കൃത്യമായിട്ട് കൊള്ളിച്ചു കഴിഞ്ഞാൽ ആ ഇരിക്കുന്ന പെൺകുട്ടികൾ വെള്ളത്തിലേക്ക് വീഴും. നമ്മൾ 50 ബാത്ത്, അതായത് അവിടുത്തെ 50 രൂപ, നമ്മുടെ 50 അവിടുത്തെ എന്ന് പറയുമ്പോൾ അവിടുത്തെ 50 രൂപ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഒരു 150 രൂപയോളം ആവും. മേടിച്ചാൽ നമുക്ക് 4-5 ബോളുകൾ എറിയാൻ വേണ്ടിയിട്ട് കിട്ടും. ആ റെഡ് കളറിലേക്ക് കൃത്യമായിട്ട് എറിഞ്ഞ് കൊള്ളിച്ചു കഴിഞ്ഞാൽ ആ ഇരിക്കുന്ന പെൺകുട്ടികൾ വെള്ളത്തിലേക്ക് പോകും. അപ്പോൾ എന്നിട്ട് കൊണ്ടു അങ്ങനെ ഇങ്ങനെയുള്ള പല എൻ്റർടൈൻമെൻറ്റ് ആക്ടിവിറ്റീസ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് വോക്കിംഗ് സ്ട്രീറ്റിൻ്റെ ഒരു എൻഡ് എന്ന് പറയുന്നത്. ഇതാണ് വോക്കിംഗ് സ്ട്രീറ്റിലേക്ക് വൈകുന്നേരം 7 മണി മുതൽ നാളെ രാവിലെ വെളുപ്പിന് 5 മണി വരെ വാഹനങ്ങൾക്ക് പ്രവേശനമില്ല. അപ്പോൾ ഇതാണ് പട്ടായയിലെ വോക്കിംഗ് സ്ട്രീറ്റ്. ഇതാണ് ഇവിടുത്തെ നൈറ്റ് ലൈഫിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സെൻറ്റർ എന്ന് പറയുന്നത്. ഇവിടെ കിട്ടാത്തതായിട്ടൊന്നുമില്ല, എല്ലാം കിട്ടും. വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയേണ്ട ഇല്ലല്ലോ, നിങ്ങൾക്ക് തന്നെ എല്ലാ ആൾക്കാർക്കും അറിയാമായിരിക്കും. ധാരാളം ആൾക്കാർ തായ്ലൻഡ് വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ കാണും. ഫാമിലിയായിട്ട് വിസിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ബാച്ചിലേഴ്സായിട്ട് വിസിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഗ്രൂപ്പായിട്ട് പല കമ്പനികളും ആൾക്കാരെ ടൂറായിട്ട് അയക്കാറുള്ള സ്ഥലമാണ്. അപ്പോൾ ഈ വോക്കിംഗ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ നൈറ്റ് ലൈഫിൻ്റെ ഒരു എക്സ്ട്രീം എക്സ്പീരിയൻസ് ആണ് വോക്കിംഗ് സ്ട്രീറ്റ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യ ദിനം ഇന്നലെയായിരുന്നു. രണ്ടാമത്തെ നൈറ്റ് നമ്മൾ വോക്കിംഗ് സ്ട്രീറ്റിൽ അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്തു. ഇനി നാളെയാണ്. ഇനി നമുക്ക് ഡിന്നർ കഴിക്കണം. ഡിന്നർ കഴിച്ചതിന് ശേഷം നമ്മൾ നാളത്തെക്കുറിച്ച് കുറേ കാര്യങ്ങളുണ്ട്. നേരത്തെ കിടന്നുറങ്ങാൻ നടക്കത്തില്ല. നമ്മൾ അതിനിടയ്ക്ക് പോയിട്ട് ഒരു സൂപ്പ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഡിന്നർ ഒന്നും നമ്മൾ പാക്കേജിനകത്ത് എടുത്തിട്ടില്ല, എല്ലാം നമ്മൾ പുറത്തുനിന്ന് കഴിക്കാമെന്നാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഡിന്നർ കഴിച്ച് ഇന്നത്തെ ദിവസം അവസാനിക്കുകയാണ്. എന്നപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക,